തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭാപിതാവായ സെന്റ് മക്കാറിയോസ് ദി ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നുണ്ട്: Until we become broken through temptations and sorrow, we will not know our own infirmities and humble ourselves before God. പ്രലോഭനങ്ങളാലും ദുഃഖങ്ങളാലും നാം തകർന്നു പോകുന്നത് വരെ നമ്മുടെ ബലഹീനതകളെ നമുക്ക് തിരിച്ചറിയുവാനും ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടുവാനും സാധിക്കുകയില്ല. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ നാനാവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതിനെ പൂർണ്ണ സന്തോഷമായി എണ്ണുവീൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു. മനുഷ്യൻ വിജയകാലത്ത് തന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. എന്നാൽ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ കടന്നു പോകുമ്പോഴാണ് തന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നത്. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ ശിക്ഷയായി അല്ല, മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ അവസാനാധ്യായമല്ല, ദൈവം നമ്മെ പുതിയ മനുഷ്യരാക്കുവാൻ എഴുതുന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. 1. ട്രയൽസ് റിവീൽസ് അവർ ട്രൂ സെൽഫ്. പരീക്ഷണങ്ങൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 119:71. ഞാൻ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിച്ചു. സുഖസൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നാം ആത്മവിശ്വാസികളാകാം. എന്നാൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ വിശ്വാസവും ക്ഷമയും ആത്മീയ പക്വതയും എത്രമാത്രമാണെന്ന് വെളിവാകുന്നു. പരീക്ഷണം നമ്മളുടെ മുഖം മൂടി മാറ്റി യഥാർത്ഥ മനുഷ്യനെ വെളിവാക്കുന്നു. സെന്റ് അഗസ്റ്റിൻ പറയുന്നു: God had one son on earth without sin, but never one without suffering. ദൈവത്തിന് ഭൂമിയിൽ പാപമില്ലാത്ത ഏകപുത്രൻ ഉണ്ടായിരുന്നു, എന്നാൽ കഷ്ടപ്പാടില്ലാത്ത ഒരുവനും ഉണ്ടായിരുന്നില്ല. പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, നമ്മെ ദൈവത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുവാനാണ്. 2. ഹ്യൂമിലിറ്റി ഓപ്പൺസ് ദി ഡോർ ടു ഗോഡ്സ് ഗ്രേസ്. വിനയം ദൈവകൃപയിലേക്കുള്ള വാതിലാണ്. യാക്കോബ് ശ്ലീഹ 4:6 വായിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. നമ്മുടെ പരിമിതികളെ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുവാൻ നാം പഠിക്കുന്നത്. ആത്മീയ വളർച്ചയുടെ തുടക്കം സ്വന്തം ബലഹീനതകളെ അംഗീകരിക്കുന്നതിലാണ്. C.S. ലൂയിസ് എഴുതുന്നു: ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവർ സെൽഫ്, ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ലെസ്. വിനയം എന്നത് സ്വയം നിസ്സാരനാണെന്ന് കരുതുന്നതല്ല, സ്വയം കുറച്ചുകൂടി മറന്ന് ദൈവത്തെയും മറ്റുള്ളവരെയും മുൻഗണന നൽകുന്നതാണ്. പ്രതിസന്ധികളെ അംഗീകരിക്കുന്നവർക്ക് മാനസിക വളർച്ചയുണ്ടാകുന്നു എന്ന് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് തിയറികൾ പറയുന്നുണ്ട്. 3. ഗോഡ് റീബിൽഡ്സ് ദി ബ്രോക്കൺ ഹേർട്ട്. തകർന്ന ഹൃദയങ്ങളെ ദൈവം പുനർനിർമ്മിക്കുന്നു. സങ്കീർത്തനം 34:18. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം ഒരിക്കലും തകർന്ന മനുഷ്യനെ ഉപേക്ഷിക്കുകയില്ല. പലപ്പോഴും ഏറ്റവും ശക്തമായ സാക്ഷ്യം നൽകുന്നവർ ഏറ്റവും വലിയ വേദനകളിലൂടെ കടന്നുപോയവരാണ്. കോറി ടെൻ ബൂം എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു: There is no pit so deep that God's love is not deeper still. ദൈവസ്നേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത്ര ആഴമുള്ള കുഴിയൊന്നുമില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമല്ല, ദൈവത്തിന്റെ പുതിയ പ്രവർത്തനത്തിന്റെ തുടക്കമായിരിക്കാം. വിശുദ്ധ മക്കാറിയോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റാനല്ല, ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനാണ് എന്ന സത്യമാണ്. വേദന നമ്മെ വിനയത്തിലേക്കും, വിനയം കൃപയിലേക്കും, കൃപ ആത്മീയ പക്വതയിലേക്കും നയിക്കുന്നു. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ എൻ്റെ ശക്തി തെളിഞ്ഞു വരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.